ഹായ് ഓൾ, നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്നത് 2022 കേരള PSC നടത്തിയ സിവിൽ എക്സൈസ് ഓഫീസർ, ഓഫീസ് സൂപ്രണ്ടൻറ്റ് എന്നീ പരീക്ഷകളിൽ മലയാള ഭാഗത്ത് നിന്നും വന്ന ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുമാണ് നോക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ്, ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിൻ്റെ ശരിയായ രൂപം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിൻ്റെ ശരിയായ രൂപമാണ് ചോദിച്ചത്. ഒന്നാമത്തെ വാക്യം നോക്കാം. കണ്ണു കാണാൻ ഇരുട്ടത്ത് പ്രയാസമാണ്, കണ്ണു കാണാൻ ഇരുട്ടത്ത് പ്രയാസമാണ്. ഇത് ഇങ്ങനെ ശരിയാണോ പറയുന്നത്? കണ്ണു കാണാൻ ഇരുട്ടത്ത് പ്രയാസമാണ്, കാണാൻ ഇരുട്ടത്ത് പ്രയാസമാണെന്ന് പറയുന്നത് ശരിയാണ്. നമ്മൾ കണ്ണുകൊണ്ടാണ് കാണുക. സോ അതുകൊണ്ട് കണ്ണു കാണാൻ എന്നൊരു പ്രയോഗം വേണ്ട. അതുകൊണ്ട് ഇത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്തത്, ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ്, ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ്. ഇത് ശരിയാണ് അല്ലേ? ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ്, ശരിയാണ്. ഇരുട്ടത്ത് നമുക്ക് കാണാൻ പ്രയാസമാണ്. കണ്ണു കാണാൻ എന്നൊരു പ്രയോഗം ഇവിടെ ഇല്ല. സോ ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ് എന്നത് ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇരുട്ടത്ത് പ്രയാസമാണ് കണ്ണു കാണാൻ, ഇരുട്ടത്ത് പ്രയാസമാണ് കണ്ണു കാണാൻ. ഇത് തെറ്റാണ് അല്ലേ? ഇരുട്ടത്ത് പ്രയാസമാണ് കണ്ണ് കാണാൻ, അത് തെറ്റാണ്. നാലാമത്തെ വാക്യം നോക്കാം. പ്രയാസമാണ് ഇരുട്ടത്ത് കാണാൻ, പ്രയാസമാണ് ഇരുട്ടത്ത് കാണാൻ. ഇത് ആശയം ശരിയാണ്, പക്ഷേ ഈ വാക്യത്തിൻ്റെ ഘടന തെറ്റാണ്. സോ ഇതെന്താണ്? തെറ്റാണ്, ഇത് തെറ്റാണ്. ഇവിടെ നോക്കൂ, രണ്ട് മാത്രമാണ് ശരി, രണ്ട് മാത്രമാണ് ശരിയായിട്ട് വന്നത്. ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ്. സോ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരിക അല്ലേ? രണ്ടാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ശരിയായ പദം തിരഞ്ഞെടുക്കുക, ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇതിലേത് സ്വച്ഛന്തമാണ് ശരി? ഏത് സ്വച്ഛന്തമാണ് ശരിയായിട്ട് വരുന്നത്? ഈ സ്വച്ഛന്തമാണ് ശരി, ഈ സ്വച്ഛന്തമാണ് ശരി. ഓപ്ഷൻ 2 സ്വച്ഛന്തമാണ് ശരി, ബാക്കിയെല്ലാം തെറ്റാണ്. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്, 2 സ്വച്ഛന്തം. എങ്കിൽ വിദ്യാർത്ഥി, ഈ വിദ്യാർത്ഥിയാണോ ശരിയായിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥിയാണോ? വിദ്യാർത്ഥി. ഇതിൽ ഏത് വിദ്യാർത്ഥി എന്ന് എഴുതിയതാണ് ശരി? വിദ്യാർത്ഥി ഇതാണ് അല്ലേ? ഈ വിദ്യാർത്ഥിയാണ് ശരിയായിട്ട് വരുന്നത്, വിദ്യാർത്ഥി. ഈ തെറ്റാണ്. ഈ വിദ്യാർത്ഥി എന്താണ്? തെറ്റാണ്. വിദ്യാർത്ഥിയാണ്, വിദ്യാർത്ഥിയല്ല, വിദ്യാർത്ഥി. വിദ്യാർത്ഥിയാണ് ശരിയായിട്ട് വരുന്നത്. ഇതാണ് ശരിയായിട്ടുള്ളത്. സമഞ്ജസം, സമഞ്ജസം, സമഞ്ജസം. ഇതിലേതാണ് ശരി? സമഞ്ജസം, സമഞ്ജസം. ഇതിലേതാണ് ശരിയായി വരുന്നത്? സമഞ്ജസമാണ് ശരിയായിട്ടുള്ളത്. സമഞ്ജസം എന്ന വാക്യമാണ് ശരി. സമഞ്ജസം എന്നതെന്താണ്? തെറ്റാണ്. സമഞ്ജസം തെറ്റാണ്. സമഞ്ജസമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. രക്തത്തിൻ്റെ പര്യായമല്ലാത്ത വാക്കുകൾ ഏത്? രക്തത്തിൻ്റെ പര്യായമല്ലാത്ത വാക്കുകൾ അതേതാണെന്ന ചോദ്യം. രുധിരം, രുധിരം എന്നത് രക്തത്തിൻ്റെ പര്യായമാണ്. രുധിരം. പിണം, പിണം എന്നത് രക്തത്തിൻ്റെ പര്യായമാണോ? അല്ല. പിണം എന്ന് പറഞ്ഞാൽ എന്താണ്? പിണം ശവമാണ്, ശവം. മൃതദേഹം, മൃതദേഹം. ജഡം, ഇതൊക്കെയാണ് പിണം എന്ന് പറയുന്നത്. ശവം, ജഡം, ജഡം. മൃതദേഹം, മൃതദേഹം, മൃതദേഹം എന്ന് പറയുന്നതാണ് എന്ത്? പിണം. ബധിരം, ബധിരം എന്താണ്? കേൾക്കാത്തത്, ശ്രവണശക്തി ഇല്ലാത്തത്, കേൾവി ഇല്ലാത്തത്. ഇതാണ് ബധിരം. സോ ബധിരം എന്താണ്? രക്തത്തിൻ്റെ പര്യായമല്ല, അത് തെറ്റാണ്. ബധിരം എന്ന് പറയുന്നത് കേൾവിക്കുറവ്, കേൾക്കാത്തത്, ശ്രവണശക്തി കുറഞ്ഞത്, അതൊക്കെയാണ് ബധിരം. നിണം എന്താണ്? നിണം എന്നത് രക്തത്തിൻ്റെ പര്യായമാണ്. നിണം, നിണം എന്നുള്ളത് രക്തത്തിൻ്റെ പര്യായമാണ്. രുധിരം, നിണം, ഇത് രണ്ടും എന്താണ്? രക്തത്തിൻ്റെ പര്യായമായ വാക്കുകളാണ്. എന്നാൽ പിണം, ബധിരം, പിണം, ബധിരം എന്നത് എന്താണ്? രക്തത്തിൻ്റെ പര്യായമായ വാക്കുകളല്ല. സോ നമ്മുടെ ഉത്തരം ഏതാണ്? 2ഉം 3ഉമാണ്. 2ഉം 3ഉം വരുന്ന ഓപ്ഷൻ ഏതാണ്? 2ഉം 3ഉം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ
സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും. ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? എന്താണ് ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും എന്ന ആ ശൈലിയുടെ അർത്ഥം? കാര്യം നോക്കി പെരുമാറുക. കാര്യം നോക്കി പെരുമാറുക എന്നതാണ്. കാര്യം നോക്കി പെരുമാറുന്നതിനെയാണ് ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും എന്ന് അർത്ഥമാക്കുന്നത്. കാര്യം നോക്കി പെരുമാറുക. സോ ഉത്തരം ഓപ്ഷൻ സി ആണ്. 3 ഓപ്ഷൻ സി ആണ് ഉത്തരം. മൂന്നാമത്തെ ശൈലിയാണ് ശരിയായിട്ടുള്ളത്. കാര്യം നോക്കി പെരുമാറുക. എരുമയുടെ കാതിൽ കിന്നാരം വായിക്കുക. എരുമയുടെ കാതിൽ കിന്നാരം വായിക്കുക. ഇതിൻ്റെ ശൈലി, ഈ ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വിലപ്പെട്ടതിനെ നിഷ്പ്രയോജനമായി ആ സ്ഥാനത്ത് ഉപയോഗിക്കുക. വിലപ്പെട്ടതിനെ നിഷ്പ്രയോജനമായി, ഒരു പ്രയോജനവുമില്ലാത്ത സ്ഥാനത്ത് ഉപയോഗിക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊരു വ്യക്തിയോട് പറയുമ്പോൾ ആ കേൾക്കുന്ന വ്യക്തി ആ കാര്യത്തെ വളരെ നിസ്സാരമായി കാണുക. അതിനൊരു വിലയും കൽപ്പിക്കാതെ പെരുമാറുന്ന രീതിക്ക് നമ്മൾ പ്രയോഗിക്കുന്ന ഒരു വാക്യമാണ് എരുമയുടെ കാതിൽ കിന്നാരം വായിച്ചിട്ട് എന്താ കാര്യം? കക്കാത്തവൻ കഴുവേറുക. കഴുവേറുക, കക്കാത്തവൻ കഴുവേറുക. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിരപരാധി ശിക്ഷ അനുഭവിക്കുക എന്നതാണ്. ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. കക്കാത്ത ഒരു വ്യക്തി, കക്കാത്തവൻ കഴുവേറുക. ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തി അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, തുലാം പ്ലസ് ഇൻ്റെ. തുലാം പ്ലസ് ഇൻ്റെ ചേർത്തെഴുതിയാൽ എന്താ വരിക? തുലാം പ്ലസ് ഇൻ്റെ എന്ന് ചേർത്തെഴുതിയാൽ തുലാത്തിൻ്റെ. തുലാത്തിൻ്റെ എന്നാണ് വരിക. തുലാം പ്ലസ് ഇൻ്റെ, തുലാത്തിൻ്റെ. ഇവിടെ അധിക പേരും തെറ്റിക്കുന്നത് തുലാമിൻ്റെ എന്നായിരിക്കും. തുലാം പ്ലസ് ഇൻ്റെ എന്ന് പറയുമ്പോൾ തുലാമിൻ്റെ എന്ന് തെറ്റിദ്ധരിക്കും. പക്ഷേ തുലാത്തിൻ്റെ ആണ്, തുലാത്തിൻ്റെ എന്നാണ് വരുന്നത്. കാരണം ഇവിടെ ആദേശസന്ധിയാണ്, ആദേശസന്ധിയാണ് വരുന്നത്. എങ്ങനെയാണത് വരുക? ഇവിടെ തുലാം എന്ന വാക്കിലെ ആം എന്ന വർണ്ണനം നഷ്ടപ്പെടുന്നു. ആം എന്ന വർണ്ണനം ഇവിടെ ലാം എന്നാണുള്ളത്. അതെങ്ങനെയാണ് വരുന്നത്? ല് പ്ലസ് ആം ആണ്. ല് പ്ലസ് ആം ആണ് ലാം. അതിൽ ഈ ആം എന്ന വർണ്ണനം എന്തായി പോകുന്നുണ്ട്? നഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് ത് എന്ന വർണ്ണനം പുതുതായി വരുന്നുണ്ട്. ത് എന്ന വർണ്ണനം കൂടി ചേരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇത് ആദേശസന്ധിയായത്. ആദേശസന്ധി എന്ന് പറയുന്നത് ഒരു വർണ്ണനം പോയി മറ്റൊന്ന് പുതുതായി വരുന്ന വർണ്ണനമാണ് ആദേശസന്ധി. സോ ഇവിടെ തുലാത്തിൻ്റെ എന്ന് പറയുമ്പോൾ ത് എന്ന വർണ്ണനമാണ് പുതുതായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് തുലാം പ്ലസ് ഇൻ്റെ എന്ന് പറയുമ്പോൾ തുലാത്തിൻ്റെ എന്നാകുന്നത്. തുലാം പ്ലസ് ഇൻ്റെ എന്ന് പറയുന്നത് തുലാത്തിൻ്റെതാകുന്നത്. തുലാമിൻ്റെ എന്ന ഉത്തരം എപ്പോഴും തെറ്റാണ്. തുലാമിൻ്റെ എന്ന് പറയില്ല, തുലാത്തിൻ്റെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. 2. ഓപ്ഷൻ സി 2 ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. അപരാധി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം. അപരാധി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം എന്താണ്? അപരാധി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം അപരാധിനിയാണ്. അപരാധിനി. ഓപ്ഷൻ സി ആണ് ഉത്തരം. അപരാധിനി. അപരാധി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം അപരാധിനി. വിദ്വാൻ. വിദ്വാൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം എന്താണ്? വിദ്വാൻ. വിദുഷിയാണ്. വിദുഷി. വിദുഷി. വിദുഷി എന്നാണ്. വിദ്വാൻ, വിദുഷി. വിദ്വാൻ, വിദുഷി. രചയിതാവ്. രചയിതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗം എന്താണ്? രചയിതാവ്. രചയിത്രി. രചയിത്രിയാണ് രചയിതാവ്. രചയിത്രി. മാതുലൻ. മാതുലൻ. മാതുലൻ എന്നതിൻ്റെ സ്ത്രീലിംഗം എന്താണ്? മാതുലൻ. മാതുലാനി. മാതുലാനി എന്നാണ് മാതുലൻ്റെ സ്ത്രീലിംഗം. മാതുലൻ, മാതുലാനി. കവി. കവിയുടെ സ്ത്രീലിംഗം എന്താണ്? കവി. കവയിത്രി. കവയിത്രി എന്നാണ് കവിയുടെ സ്ത്രീലിംഗം. വിദ്വാൻ, വിദുഷി. വിദ്വാൻ, വിദുഷി. രചയിതാവ്, രചയിത്രി.
രചയിത്രി, രചയിതാവ് രചയിത്രി. മാതുലൻ, മാതുലൻ, മാതുലാനി, മാതുലാനി. കവി, കവയിത്രി, കവയിത്രി. അടുത്ത ചോദ്യം നോക്കാം. പൂജക ബഹുവചനം രൂപം കണ്ടുപിടിക്കുക. പൂജക ബഹുവചന രൂപം കണ്ടുപിടിക്കുക. എന്താണ് പൂജക ബഹുവചനം? രൂപം കൊണ്ട് ബഹുവചനവും എന്നാൽ അർത്ഥം കൊണ്ട് അത് ഏകവചനവുമാണ്. രൂപം കൊണ്ട് ബഹുവചനം എന്നാൽ അർത്ഥം കൊണ്ട് ഏകവചനവുമായ പദമാണ് പൂജക ബഹുവചനം. ഏതാണ് ഇതിൽ പൂജക ബഹുവചനമായി വരുന്നത്? വൈദ്യർ എന്നാണ്. വൈദ്യർ അല്ലേ? വൈദ്യർ, വൈദ്യരാണ് ഇതിൽ പൂജക ബഹുവചനം. പൂജക ബഹുവചനത്തിൻ്റെ മറ്റുദാഹരണങ്ങൾ വൈദ്യർ, വൈദ്യർ, ഭാഗവതർ, ഭാഗവതർ, ആചാര്യർ, ആചാര്യർ, ഗുരുക്കൾ, ഗുരുക്കൾ, തമ്പ്രാക്കൾ, തമ്പ്രാക്കൾ, തിരുവടികൾ, സ്വാമികൾ, സ്വാമികൾ, ശാസ്ത്രികൾ, ശാസ്ത്രികൾ, ജ്യോത്സ്യർ, ജ്യോത്സ്യർ, പണിക്കർ, മാരാർ, പത്രാധിപർ, പത്രാധിപർ എന്നാണ് പറയുന്നത്. അത് പൂജക ബഹുവചനമാണ്. പത്രാധിപർ. അവർകൾ, അവർകൾ, അവർകൾ എന്നത് പൂജക ബഹുവചനമാണ്. ന്യായാധിപർ, ന്യായാധിപർ അതും പൂജക ബഹുവചനമാണ്. അപ്പോൾ ഇത്രയുമാണ് പൂജക ബഹുവചനങ്ങൾക്ക് ഉദാഹരണം. അടുത്ത ചോദ്യം നോക്കാം. മരക്കൊമ്പ് പിരിച്ചെഴുതിയാൽ, മരക്കൊമ്പ് പിരിച്ചെഴുതിയാൽ എങ്ങനെയാ വരിക? മരക്കൊമ്പ്, മരം പ്ലസ് കൊമ്പ്, മരം പ്ലസ് കൊമ്പ് എന്നതാണ് മരക്കൊമ്പ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. മരക്കൊമ്പ്, മരം പ്ലസ് കൊമ്പ്. വിദ്യാർത്ഥി, വിദ്യാർത്ഥി ഇതെങ്ങനെയാ പിരിച്ചെഴുതുന്നത്? വിദ്യാർത്ഥി, വിദ്യ പ്ലസ് അർത്ഥി, വിദ്യ പ്ലസ് അർത്ഥി എന്നാണ് പിരിച്ചെഴുതുക. വിദ്യാർത്ഥി. ഗദ്യന്തരം, ഗദ്യന്തരം, ഗദ്യന്തരം എങ്ങനെ പിരിച്ചെഴുതും? ഗദ്യന്തരം, ഗദ്യ പ്ലസ് അന്തരം, ഗദ്യന്തരം, ഗദ്യ പ്ലസ് അന്തരം. ഏകൈക, ഏകൈക, ഏകൈക ഇതെങ്ങനെ പിരിച്ചെഴുതും? ഏകൈക, ഏക പ്ലസ് ഏകയാണ്. ഏക അധികം ഏക, ഇതാണ് ഏകൈക. ഏക പ്ലസ് ഏക. യഥോചിതം, യഥോചിതം, യഥോചിതം എങ്ങനെയാ വരുന്നത്? പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാ വരുന്നത്? യഥാ പ്ലസ് ഉചിതം, യഥാ പ്ലസ് ഉചിതം എന്നതാണ് യഥോചിതം. ശരത്, ചന്ദ്രൻ, ശരത്, ചന്ദ്രൻ എന്നീ വാക്കുകൾ ഒറ്റപ്പദമാക്കിയാൽ, ശരത്, ചന്ദ്രൻ എന്നീ വാക്കുകൾ ഒറ്റപ്പദമാക്കിയാൽ ശരത് ചന്ദ്രൻ, ശരത് ചന്ദ്രൻ എന്നാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ശരത് പ്ലസ് ചന്ദ്രൻ, ശരത് ചന്ദ്രൻ. തപസ്, ഫലം, തപസ്, ഫലം എന്നീ വാക്കുകൾ ഒറ്റപ്പദമാക്കിയാൽ എന്താണ് വരുന്നത്? തപഫലം, തപഫലം, തപഫലം എന്നാണ് വരുന്നത്. തപഫലം, തപസ്, ഫലം, തപഫലം. മനസ്സ്, കാഠിന്യം, മനസ്സ്, കാഠിന്യം ഒറ്റപ്പദമാക്കിയാൽ എന്ത് വരും? മനസ് കാഠിന്യം, മനസ്സ് കാഠിന്യം. ഇത് ഒറ്റപ്പദമാക്കിയാൽ എന്താണ് വരുന്നത്? മനക്കാഠിന്യം, 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 മനക്കാഠിന്യം എന്നാണ് വരുന്നത്. മനസ്സ് കാഠിന്യം, മനക്കാഠിന്യം. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വാതന്ത്ര്യം എന്ന പദത്തിൻ്റെ വിപരീതം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വാതന്ത്ര്യം എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ്? സ്വാതന്ത്ര്യം എന്ന പദത്തിൻ്റെ വിപരീതം പാരതന്ത്ര്യമാണ്. പാരതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന പദത്തിൻ്റെ വിപരീതം പാരതന്ത്ര്യമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പാരതന്ത്ര്യം. ഭൂമിയുടെ വിപരീത പദം എന്താണ്? ഭൂമി.
ഭൂമിയുടെ വിപരീത പദമാണ് ഭുജ. ഭുജ, ഭൂമി, ഭുജ. മനഃപാഠം. മനഃപാഠം എന്നതിൻ്റെ വിപരീത പദം എന്താണ്? ഏട്ടുപാഠം. ഏട്ടുപാഠം എന്നാണ്. മനഃപാഠം എന്നതിൻ്റെ വിപരീതം ഏട്ടുപാഠം. ഭൂമിയുടെ വിപരീത പദം ഭുജ. മനഃപാഠം, ഏട്ടുപാഠം. ശരിയായ രൂപം തിരഞ്ഞെടുക്കുക. ശരിയായ രൂപം തിരഞ്ഞെടുക്കുക. ഏതാണ് ശരിയായിട്ടുള്ളത്? സാമ്രാട്ട് എന്നതാണോ സമ്രാട്ട് എന്നതാണോ ശരി? സാമ്രാട്ട് എന്തായാലും തെറ്റാണ്, സാമ്രാട്ടും തെറ്റാണ്. ഈ രണ്ടിലും ഏതാണ് ശരിയായിട്ട് വരുന്നത്? സാമ്രാട്ട് എന്നാണോ സമ്രാട്ട് എന്നാണോ? സമ്രാട്ട് എന്നാണ്. സമ്രാട്ട് എന്നാണ് ശരിയായി വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സാമ്രാട്ട് എന്നത് തെറ്റാണ്. സാമ്രാട്ട് അല്ല, സമ്രാട്ട് എന്നതാണ്. പൊൻകുടം. പൊൻകുടം എന്നതാണോ പൊൽക്കുടം എന്നതാണോ ശരിയായി വരുന്നത്? പൊൻകുടം അല്ലെങ്കിൽ പൊൽക്കുടം. ഇതിലേതാണ് ശരിയായി വരുന്നത്? ഇതിലേതാണ് ശരിയായി വരുന്നത്? പൊൽക്കുടമാണ്. പൊൽക്കുടം എന്നതാണ് ശരിയായി വരുന്നത്. പൊൻകുടം തെറ്റാണ്. പൊൻകുടം തെറ്റാണ്. പൊൽക്കുടം. പൊൽക്കുടം എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൊന്നപ്പൂവ് എന്ന് അർത്ഥം വരുന്ന പദം ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൊന്നപ്പൂവ് എന്നർത്ഥം വരുന്ന പദം ഏത്? കൊന്നപ്പൂവ് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? കർണികാരം. കർണികാരം എന്നാണ് കൊന്നപ്പൂവിന് പറയുന്ന മറ്റൊരു പേര്. കർണികാരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കർണികാരം. കല്ലോലം. കല്ലോലം എന്ന് പറഞ്ഞാൽ എന്താ? കല്ലോലം. കല്ലോലം. കല്ലോലം എന്ന് പറഞ്ഞാൽ തിരയാണ്. കല്ലോലം എന്താണ്? തിരയാണ്. കല്ലോലം തിര. കർണികാരം കൊന്നപ്പൂവ്. കേകി. കേകി എന്താണ്? കേകി. കേകി പറയുന്നത് മയിൽ. മയിലാണ് കേകി. കല്ലോലം. കല്ലോലം തിരയാണ്. കർണികാരം കൊന്നപ്പൂവ്. കേകി മയിൽ. കേകി മയിലാണ്. ദ്വന്ദ്വ സമാസത്തിൽ ഉൾപ്പെടാത്ത പദം ഏത്? ദ്വന്ദ്വ സമാസത്തിൽ ഉൾപ്പെടാത്ത പദം ഏത്? എന്താണ് ദ്വന്ദ്വ സമാസം? ദ്വന്ദ്വ സമാസം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോ അതിലധികമോ വാക്കുകൾ തമ്മിൽ സമാസിക്കുമ്പോൾ പൂർവ്വപദങ്ങൾക്കും ഉത്തരപദങ്ങൾക്കും തുല്യ പ്രാധാന്യമുണ്ടെങ്കിൽ അതിനെ ദ്വന്ദ്വ സമാസം എന്ന് പറയാം. രണ്ടോ അതിലധികമോ വാക്കുകൾ കൂടിച്ചേരുമ്പോൾ പൂർവ്വപദങ്ങൾക്കും ഉത്തരപദങ്ങൾക്കും തുല്യമായ പ്രാധാന്യമുണ്ടെങ്കിൽ അതിനെ ദ്വന്ദ്വ സമാസം എന്ന് പറയാം. ഉദാഹരണത്തിന് അച്ഛനമ്മമാർ. അച്ഛനമ്മമാർ. ഇവിടെ അച്ഛൻ അമ്മ എന്ന രണ്ട് തുല്യ പ്രാധാന്യമുള്ള പദങ്ങളാണ്. അച്ഛനും അമ്മയും. തുല്യ പ്രാധാന്യമായ അച്ഛൻ അമ്മ, അച്ഛൻ അമ്മ എന്നീ പദങ്ങൾ ചേർന്നുണ്ടായതാണ് അച്ഛനമ്മമാർ. അപ്പോൾ ഇതൊരു ദ്വന്ദ്വ സമാസമാണ്. അച്ഛനും അമ്മയും തുല്യ പ്രാധാന്യമാണ്. അതുപോലെ കൈകാലുകൾ. കൈകാലുകൾ എന്നത് ദ്വന്ദ്വ സമാസമാണ്. കൈയും കാലും അല്ലേ? കൈ കാലുകൾ അത് രണ്ടും തുല്യ പ്രാധാന്യമുള്ള പദങ്ങളാണ്. സുഖദുഃഖങ്ങൾ. സുഖദുഃഖങ്ങൾ അതും തുല്യ പ്രാധാന്യമുള്ള രണ്ട് പദങ്ങളാണ് അല്ലേ? സുഖം ദുഃഖം ഒരേപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സുഖദുഃഖങ്ങൾ. മാതാപിതാക്കൾ. മാതാപിതാക്കൾ ഇതും എന്ത് തന്നെയാണ്? ദ്വന്ദ്വ സമാസമാണ്. മാതാവ് പിതാവ് ഈ രണ്ട് പദങ്ങളും തുല്യ പ്രാധാന്യമുള്ളതാണ്. എന്നാൽ ആഹാരാദികൾ. ആഹാരാദികൾ എന്നതെന്തല്ല? ദ്വന്ദ്വ സമാസമല്ല. ആഹാരാദികൾ ഇത് തെറ്റാണ്. ഇവിടെ ചോദിച്ചത് എന്തായിരുന്നു? ദ്വന്ദ്വ സമാസത്തിൽ ഉൾപ്പെടാത്ത പദം ഏത് എന്നായിരുന്നു. ഏതാണ് ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ബി ആണ്. ആഹാരാദികൾ എന്ന പദം എന്തല്ല? ദ്വന്ദ്വ സമാസമല്ല. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. കുറച്ച് ദ്വന്ദ്വ സമാസങ്ങൾ നോക്കാം. കൈക്കാൽ, കയ്യും കാലും. കൈക്കാൽ എന്ന് പറയുന്നത് കയ്യും കാലും. രാപ്പകൽ. രാവും പകലും. രാപ്പകൽ രാവും പകലും. വരവു ചെലവ്. വരവു ചെലവ് വരവും ചെലവും. വരവും ചെലവും. അടിപിടി. അടിപിടി അടിയും പിടിയും. ആനമയിലൊട്ടകം. ആനമയിലൊട്ടകം ആനയും മയിലും ഒട്ടകവും. ചരാചരങ്ങൾ. ചരാചരങ്ങൾ ചരങ്ങളും അചരങ്ങളും.
ദേവാസുരന്മാർ. ദേവാസുരന്മാർ ദേവന്മാരും അസുരന്മാരും. രാമലക്ഷ്മണന്മാർ. രാമലക്ഷ്മണന്മാർ രാമനും ലക്ഷ്മണനും. മാതാപിതാക്കൾ. മാതാവും പിതാവും. മാതാവും പിതാവും. ഇത്രയുമാണ് ദ്വന്ദ്വസമാസങ്ങൾക്ക് ഉദാഹരണങ്ങൾ. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ആദ്യത്തെ വാക്യം നോക്കാം. ദിനം പ്രതി യശസ്സു വർദ്ധിച്ചു വരുന്നു. ദിനം പ്രതി യശസ്സു വർദ്ധിച്ചു വരുന്നു. ഇത് ശരിയാണ്. ദിനം പ്രതി എന്നുമെന്നും യശസ്സു വർദ്ധിച്ചു വരുന്നു. ദിനം പ്രതി എന്നുമെന്നും എന്ന് പ്രയോഗിക്കില്ല, തെറ്റാണ്. സോ ഈ വാക്യം എന്താണ്? തെറ്റാണ്. ദിനം പ്രതി എന്നുമെന്നും യശസ്സു വർദ്ധിച്ചു വരുന്നു എന്നത് തെറ്റായ പ്രയോഗമാണ്. അടുത്തത്, ദിവസം തോറും യശസ്സു വർദ്ധിച്ചു വരുന്നു. ദിവസം തോറും യശസ്സു വർദ്ധിച്ചു വരുന്നു. അത് ശരിയാണ്. ദിവസം തോറും യശസ്സു വർദ്ധിച്ചു വരുന്നു. അടുത്ത വാക്യം നോക്കാം. ദിനം പ്രതി ഓരോ ദിവസവും യശസ്സു വർദ്ധിച്ചു വരുന്നു. ദിനം പ്രതി ഓരോ ദിവസവും യശസ്സു വർദ്ധിച്ചു വരുന്നു. ഇത് തെറ്റായ പ്രയോഗമാണ്. എന്താണ്? ദിനം പ്രതി ഓരോ ദിവസവും എന്നത് തെറ്റാണ്. ഇവിടെ ശരിയായ വാക്യങ്ങളാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. ദിനം പ്രതി യശസ്സു വർദ്ധിച്ചു വരുന്നു. ദിനം പ്രതി യശസ്സു വർദ്ധിച്ചു വരുന്നു. ഒന്നാമത്തെ വാക്യം ശരിയാണ്. പിന്നെ ഏതാണ്? ദിവസം തോറും യശസ്സു വർദ്ധിച്ചു വരുന്നു. ദിവസം തോറും യശസ്സു വർദ്ധിച്ചു വരുന്നു. അതും ശരിയാണ്. അപ്പോൾ ഏതാണ് ശരിയായി വരുന്നത്? 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷനിൽ നോക്കാം. ഏതാണ് 1ഉം 3ഉം വരുന്ന ഓപ്ഷൻ ഏതാണ്? വാക്യം 1ഉം 3ഉം സി ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. വാക്യം 1 and 3. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഗർഭിണികൾക്കു വേണ്ടത്ര തോതിൽ പോഷകാഹാരം ലഭിച്ചിരിക്കണം. ഗർഭിണികൾക്കു വേണ്ടത്ര തോതിൽ പോഷകാഹാരം ലഭിച്ചിരിക്കണം. ഇതാണോ ശരിയായത്? അല്ലെങ്കിൽ ഗർഭിണികൾക്ക് വേണ്ടത്ര പോഷകാഹാരം ലഭിച്ചിരിക്കണം. ഇതിലേതാണ് ശരിയായി വരുന്ന വാക്യം? ആദ്യത്തേത് ഗർഭിണികൾക്കു. ഇവിടെ കൾ എന്ന് എഴുതാൻ മറന്നു പോയതാണ്. ഗർഭിണികൾക്കു വേണ്ടത്ര തോതിൽ പോഷകാഹാരം ലഭിച്ചിരിക്കണം. ഗർഭിണികൾക്കു വേണ്ടത്ര പോഷകാഹാരം ലഭിച്ചിരിക്കണം. ഗർഭിണികൾക്ക് വേണ്ടത്ര തോതിൽ പോഷകാഹാരം ലഭിച്ചിരിക്കണം. ഇത് തെറ്റാണ്. കാരണം എന്താ? വേണ്ടത്ര തോതിൽ എന്ന സമാന അർത്ഥമുള്ള വാക്യമുണ്ട്. സോ ഇത് തെറ്റാണ്. ഗർഭിണികൾക്ക് വേണ്ടത്ര തോതിൽ പോഷകാഹാരം ലഭിച്ചിരിക്കണം എന്നത് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഗർഭിണികൾക്ക് വേണ്ടത്ര പോഷകാഹാരം ലഭിച്ചിരിക്കണം. ഇത് ശരിയാണ്. ഗർഭിണികൾക്ക് വേണ്ടത്ര പോഷകാഹാരം ലഭിച്ചിരിക്കണം. ഇതാണ് ശരിയായി വരുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയായി വരുന്നത്. ഗ്രഹിക്കാൻ പ്രയാസമായത് എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? ഗ്രഹിക്കാൻ പ്രയാസമായത് എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? ദുർഗ്രഹമാണ്. ദുർഗ്രഹം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദുർഗ്രഹം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദഹിക്കാൻ പ്രയാസമായത് ദുർഗ്രഹം. എന്നാൽ ഭാഗ്യത്തെ ദാനം ചെയ്യുന്നത് ഇതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ഭാഗ്യത്തെ ദാനം ചെയ്യുന്നത് ഭാഗ്യപ്രധാനം. ഭാഗ്യപ്രധാനം എന്നാണ്. ഭാഗ്യപ്രധാനം. ഭാഗ്യത്തെ ദാനം ചെയ്യുന്നത് ഭാഗ്യപ്രധാനം. ഗാനം ചെയ്യാവുന്നത് എന്താണ്? ഗേയമാണ്. ഗേയം. ഗാനം ചെയ്യാവുന്നത് ഗേയം. ഭാഗ്യത്തെ ദാനം ചെയ്യുന്നത് ഭാഗ്യപ്രധാനം. ഗാനം ചെയ്യാവുന്നത് ഗേയം.
ദീപാവലി കുളിക്കുക എന്ന പ്രയോഗം അർത്ഥമാക്കുന്നതെന്ത്? ദീപാവലി കുളിക്കുക എന്ന പ്രയോഗം അർത്ഥമാക്കുന്നത് എന്താണ്? എന്താണ് ദീപാവലി കുളിക്കുക? ആവശ്യമില്ലാതെ ചെലവഴിക്കുക. ആവശ്യമില്ലാതെ ചെലവഴിക്കുക, അതിനെയാണ് ദീപാവലി കുളിക്കുക എന്ന് പ്രയോഗിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആവശ്യമില്ലാതെ ചെലവഴിക്കുക, അതാണ് ദീപാവലി കുളിക്കുക. കൊട്ടാരം തൊട്ടു കുടിൽ വരെ. കൊട്ടാരം തൊട്ടു കുടിൽ വരെ എന്താണ്? വലിയവനും ചെറിയവനും എന്നാണ് ഇതിൻ്റെ അർത്ഥം. കൊട്ടാരം തൊട്ടു കുടിൽ വരെ എന്നതിൻ്റെ അർത്ഥം വലിയവനും ചെറിയവനും ഒരുപോലെ എന്നൊക്കെയാണ്. പാതിരി മലയാളം. പാതിരി മലയാളം, വികലമായ മലയാളം. വികലമായ മലയാളം എന്നതാണ് അർത്ഥം. പാതിരി മലയാളം എന്നതിൻ്റെ അർത്ഥം വികലമായ മലയാളം. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ സ്ത്രീലിംഗ പദം ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നതിൽ സ്ത്രീലിംഗ പദം ഏത്? ഏതാണ് ഇതിൽ സ്ത്രീലിംഗ പദമായിട്ടുള്ളത്? വിദുഷിയാണ്. വിദുഷിയാണ് ഇതിൽ സ്ത്രീലിംഗ പദമായി വന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം, വിദുഷി. ചോരൻ. ചോരൻ എന്നതിൻ്റെ സ്ത്രീലിംഗ പദം ഏതാണ്? ചോരൻ. ചോരിണി. ചോരിണി എന്നാണ് ചോരൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം. തീയൻ. തീയൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എന്താണ്? തീയൻ. തീയെത്തി. തീയെത്തി. തീയെത്തി എന്നതാണ് തീയൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം. പുരോഗതി എന്നതിൻ്റെ വിപരീത പദം എന്ത്? പുരോഗതി എന്നതിൻ്റെ വിപരീത പദം എന്ത്? എന്താണ്? പാശ്ചാത്ഗതി. പാശ്ചാത്ഗതിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പാശ്ചാത്ഗതി. സൗമ്യം എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ്? സൗമ്യം. സൗമ്യം എന്ന പദത്തിൻ്റെ വിപരീത പദം ഉദ്ധതം. ഉദ്ധതം എന്നതാണ് ഉദ്ധതം. അവനയനം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? അവനയനം. അവനയനം എന്ന പദത്തിൻ്റെ വിപരീത പദം ഉന്നയനം. ഉന്നയനം എന്നാണ്. സൗമ്യം എന്താണ്? ഉദ്ധതം. സൗമ്യം, ഉദ്ധതം. അവനയനം, ഉന്നയനം. അവനയനം എന്ന പദത്തിൻ്റെ വിപരീതം ഉന്നയനമാണ്. അടുത്ത ചോദ്യം, ബഹുവചന ശബ്ദം അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ബഹുവചന ശബ്ദം അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഇതിലേതാണ് ബഹുവചനമല്ലാത്തത്? ബഹുവചനമല്ലാത്തത് ഏതാണ്? ഗുരുക്കളാണ്. ഗുരുക്കൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കാരണം ഗുരുക്കൾ എന്നത് പൂജക ബഹുവചനമാണ്. പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് ഗുരുക്കൾ. പൂജക ബഹുവചനം നമ്മൾ മുന്നേ പറഞ്ഞതാണ്. എന്താണ് പൂജക ബഹുവചനം? രൂപം കൊണ്ട് ബഹുവചനവും എന്നാൽ അർത്ഥം കൊണ്ട് ഏകവചനവുമാണ്. അതാണ് പൂജക ബഹുവചനം. പൂജക ബഹുവചനമാണ് ഗുരുക്കൾ. ഗുരുക്കൾ പൂജക ബഹുവചനമാണ്. അധ്യാപകർ, മിടുക്കർ, പൂക്കൾ ഇതെല്ലാം ബഹുവചനങ്ങളാണ്. ബഹുവചനങ്ങളാണ്. ഇവിടെ ചോദ്യം ബഹുവചനമല്ലാത്തത് എന്നതാണ്. സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അമ്മാതിരി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? അമ്മാതിരി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? എങ്ങനെയാണ് അമ്മാതിരി എന്ന പദം എഴുതുന്നത്? ആ പ്ലസ് മാതിരി. ആ പ്ലസ് മാതിരി എന്നാണ് അമ്മാതിരി എന്ന പദം പിരിച്ചെഴുതുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. തണ്ടാർ എങ്ങനെ പിരിച്ചെഴുതും? തണ്ടാർ. തണ്ടാർ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? തൺ പ്ലസ് താർ. തൺ പ്ലസ് താർ എന്നതാണ് തണ്ടാർ. കണ്ണീർ എങ്ങനെ പിരിച്ചെഴുതുന്നത്? കണ്ണീർ. കണ്ണീർ എങ്ങനെയാണ് പിരിച്ചെഴുതുക? കൺ പ്ലസ് നീർ. കൺ പ്ലസ് നീർ എന്നാണ് കണ്ണീർ. തണ്ടാർ എങ്ങനെയായിരുന്നു? തൺ പ്ലസ് താർ. തൺ പ്ലസ് താർ. കണ്ണീർ കൺ പ്ലസ് നീർ. കൺ പ്ലസ് നീർ ഇങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഐ ഫോർ ആൻ ഐ. ഐ ഫോർ ആൻ ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള രൂപം തിരഞ്ഞെടുക്കുക. ഐ ഫോർ ആൻ ഐ എന്താണ് പറയുന്നത്? ഉരുളക്കുപ്പേരി. ഉരുളക്കുപ്പേരി എന്നതാണ് ഐ ഫോർ ആൻ ഐ, ഉരുളക്കുപ്പേരി. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഉരുളക്കുപ്പേരി. ടു മച്ച് ഓഫ് എനിത്തിങ് ഈസ് ഗുഡ് ഫോർ നത്തിങ്. ടു മച്ച് ഓഫ് anything
ഈസ് ഗുഡ് ഫോർ നത്തിങ്. ടു മച്ച് ഓഫ് എനിത്തിങ് ഈസ് ഗുഡ് ഫോർ നത്തിങ്. എന്താണ് പറയുന്നത്? അധികമായാൽ അമൃതവും വിഷം. അധികമായാൽ അമൃതവും വിഷം.